അസ്സലാമലൈക്കും ഹായ് ഓൾ എല്ലാവർക്കും മൈമൂൺസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖാണെന്ന് വിചാരിക്കുന്നു. ഞാൻ സോഫി. ഈ സമൂസ തിന്നാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒന്നല്ലേ, പക്ഷെ ഉണ്ടാക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ സമൂസ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉമ്മ ഇന്നലെ എന്നെ ഇങ്ങനെ സമൂസൻ്റെ ആ ഒരു കോൺ ഷേപ്പിൽ സമൂസ ആക്കുന്നത്, അതായത് ട്രയാങ്കിൾ ഷേപ്പിലുള്ള സമൂസ ഉണ്ടല്ലോ, എനിക്കത് തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു ഷേപ്പ് തന്നെ സമൂസ തിന്നുന്നതേ ടേസ്റ്റാണ്, ഇഷ്ടമാണ്. പക്ഷെ ആ ഒരു കോൺ ഷേപ്പിൽ ഉണ്ടാക്കി തിന്നുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അത് എത്രയായാലും എനിക്ക് റെഡിയാവില്ല. അപ്പോൾ അത് ഉമ്മ ഇങ്ങനെ എന്നെ ഇന്നലെ ഉണ്ടാക്കി പഠിപ്പിക്കുകയാണ്. അപ്പോൾ ആ ഒരു ചെറിയ വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത്. സമൂസ ഉണ്ടാക്കുന്നത് ഒന്ന് രണ്ട് മെത്തേഡാണ്. അപ്പം നമ്മൾ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്നതും പിന്നെ അതുപോലെ തന്നെ ആ ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ള സമൂസയുമാണ് ഇന്നത്തെ റെസിപ്പിയിലുള്ളത്. പിന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള സമൂസ കിട്ടാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നും കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈം ആയിട്ട് ഈ സമൂസ ഷീറ്റ് ഉണ്ടാക്കുന്നവർക്കും അതുപോലെ സമൂസ തന്നെ ആ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്കും എൻ്റെ ഈ ഒരു ട്രയൽ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഒന്ന് കാണണം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് സമൂസൻ്റെ ഒരു ഷീറ്റ് ഉണ്ടാക്കണം. ഷീറ്റ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. എന്നാലും വീട്ടിൽ ഉണ്ടാക്കാൻ അറിയാവുമെങ്കിൽ പറ്റുമെങ്കിൽ പിന്നെ അത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാമല്ലോ. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് കൈ കൊണ്ടൊന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ചിലർക്കെങ്കിലും ഉള്ളൊരു കംപ്ലൈൻറ്റ്, ഒരു ഡൗട്ടാണ്, എത്ര നമ്മൾ സമൂസ ഷീറ്റ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയാലും സമൂസ ഒരു ക്രിസ്പി ആയിട്ട് നിൽക്കുന്നില്ല. കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ അതങ്ങ് എന്താ പറയുക, അതിൻ്റെ ആ ഒരു ക്രിസ്പിനെസ് പോയി പോകുന്നു എന്നുള്ളൊരു കംപ്ലൈൻറ്റ് എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ ആ ഒരു കംപ്ലൈൻറ്റ് മാറ്റാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണിത്. അപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഒരു 3-4 ടേബിൾ സ്പൂൺ ഓയിൽ നന്നായിട്ട് അങ്ങ് ചൂടാക്കിയെടുക്കാം. തിളച്ചു പോകണമെന്നില്ല, നന്നായിട്ട് ചൂടായി വന്ന ഓയിൽ നമുക്ക് ഈ ഒരു മൈദയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് അങ്ങ് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇത് കുഴക്കാൻ അത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ചൂടായ ഓയിൽ മൈദയിൽ വരുമ്പോൾ തന്നെ ചൂടൊക്കെ അങ്ങ് ആറും, വെള്ളം കൂടെ ഒഴിക്കുമ്പം ചൂടാറും. അപ്പോൾ പിന്നെ കുഴക്കാൻ അത്ര എന്താ പറയുക, കുഴക്കാൻ പറ്റാണ്ടൊന്നും ആവില്ല, നന്നായിട്ട് അങ്ങ് കുഴച്ചെടുക്കാൻ പറ്റും. ഇനി ഇത് നന്നായിട്ട് എന്താ പറയുക, ചപ്പാത്തി കന്ന പോലെ തന്നെ അങ്ങനെ അങ്ങ് കുഴച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു ടിപ്പ് ഞാൻ വേറൊരു വീഡിയോയിൽ കണ്ടപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത്, അത് ശരിയാണ്. എന്താ പറയുക, ആ ഒരു ക്രിസ്പിനെസ് കുറേ സമയത്തേക്കും പോകാണ്ട് തന്നെ നിൽക്കുന്നുണ്ട്. നല്ല ചൂടായ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ മാവിപ്പം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു മാവിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിൽ ഒന്നങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം, ഒന്നങ്ങ് തടവി കൊടുക്കണം. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മാവ് ആറിപ്പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കുന്നത്. എന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ട് അങ്ങ് കുഴച്ചെടുത്തിട്ട് 1-2 മണിക്കൂർ ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഈ ഒരു മാവ് നമുക്കിനി അടച്ച് വെക്കാം, എന്നിട്ടൊരു മസാല ഉണ്ടാക്കാം. അപ്പോൾ ഞാനിപ്പോൾ മസാല ഉണ്ടാക്കുന്നത് വെജിറ്റബിളിൻ്റെ ഒരു മസാലയാണ്. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെജിറ്റബിൾസ് ആയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, പിന്നെ അതുപോലെ കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. കുറച്ച് ക്യാബേജും ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ 4 വെജിറ്റബിൾസാണ് ഞാനിപ്പോൾ മസാലയ്ക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ വേവിച്ചിട്ടുള്ള ഗ്രീൻ പീസും ആഡ് ചെയ്ത് കൊടുക്കാം, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു മസാല ഞാൻ സാധാരണ ഉണ്ടാക്കുന്ന മസാലനെക്കാട്ടിലും ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ ഓയിലിലിട്ടിട്ട് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഓയിൽ ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, അതുപോലെ തന്നെ കോളിഫ്ലവറും ഇട്ട് കൊടുക്കാം. ക്യാബേജ് ഞാൻ ഇടുന്നില്ല, വേറെ തന്നെ വാട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ 3 വെജിറ്റബിൾസും ഓയിലിലിട്ടിട്ട് നന്നായിട്ട് അങ്ങ് മൊരിച്ചിട്ട് പൊരിച്ചെടുക്കണം. അപ്പോൾ അത്യാവശ്യം വെന്ത് വരികയും ചെയ്യും, നന്നായിട്ട് മൊരിഞ്ഞ് വരികയും ചെയ്യും. അപ്പോൾ സാധാരണ നമ്മൾ സമൂസക്ക് വേണ്ടിയിട്ട് ഒരു വെജിറ്റബിൾ മസാല ഉണ്ടാക്കുമ്പം ഒന്നുകിൽ അത് ഓരോന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുക, അല്ലെങ്കിൽ വേവിച്ചിട്ട് പിന്നെ അത് വഴറ്റിയെടുക്കും. അപ്പോൾ ഇന്ന് ഞാനിപ്പം ചെയ്യുന്നത് എണ്ണയിലിട്ടിട്ട് ഡയറക്റ്റായിട്ട് അങ്ങ് പൊരിച്ചെടുത്തിട്ട് പിന്നെ ഒരു മസാല ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വെജിറ്റബിൾസിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. പൊരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് ഉപ്പ് പിടിക്കില്ല. അപ്പോൾ ഈ എണ്ണയിലിട്ടിട്ട് തന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് പൊരിഞ്ഞു വന്നു എന്ന് കാണുമ്പം എണ്ണയിൽ നിന്ന് അങ്ങ് കോരി മാറ്റാം. അപ്പോൾ ഇത് പൊരിഞ്ഞോന്ന് മനസ്സിലാവാൻ ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു കളറൊക്കെ മാറും, നന്നായിട്ട് സോഫ്റ്റായി വരും. അപ്പോൾ ഒന്ന് നമ്മളിങ്ങനെ എടുത്ത് നോക്കുമ്പം നന്നായിട്ട് സോഫ്റ്റായി വന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ എണ്ണയിൽ നിന്നങ്ങ് കോരി മാറ്റാം. അപ്പോൾ ഞാനിപ്പം വെജിറ്റബിൾസൊക്കെ ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്ലേറ്റിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഈ വെജിറ്റബിൾസ് ഒന്നങ്ങ് ചെരിച്ചിട്ട് വെച്ച് കൊടുക്കുക. പ്ലേറ്റ് ഒന്ന് കുറച്ച് ചെരിച്ചിട്ട് വെച്ച് കൊടുക്കാം. ഏതെങ്കിലും ഒരു കിച്ചൺ ടവലോ അങ്ങനെ എന്തെങ്കിലും അടിയിൽ വെച്ചിട്ടൊന്ന് ചെരിച്ചു കൊടുക്കുക. എന്താ സംഭവം എന്ന് പറഞ്ഞാൽ എക്സസ് ആയിട്ട് വരുന്ന ഓയിലൊക്കെ അങ്ങ് ഊരി വന്നോട്ടെ, താഴോട്ടേക്ക് വന്നോട്ടെ ബാക്കിയുള്ളത്. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് കുറച്ചുകൂടെ ഓയിൽ ഫ്രീ ആവും, കുറച്ച് ഡ്രൈ ആവും. അങ്ങനെ ഇപ്പം 2 ബാച്ചായിട്ടാണ് ഞാൻ പൊരിച്ചെടുക്കുന്നത്. ഒരു ബാച്ച് ഞാൻ ആദ്യം പൊരിച്ചെടുത്ത് ഇനി അടുത്തതും കൂടെ അങ്ങനെ ഓയിലിലിട്ടിട്ട് നന്നായിട്ടങ്ങ് പൊരിച്ചെടുക്കാം.
അങ്ങനെ ഇപ്പം വെജിറ്റബിൾസൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ആ ഒരു സെയിം പാനിൽ തന്നെയാണ് ഞാൻ മസാല ഉണ്ടാക്കുന്നത്. പാനിൽ നിന്ന് ഓയിൽ മുഴുവനായിട്ട് ഞാനങ്ങ് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു വലിയൊരു സവാള അരിഞ്ഞിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ 2-3 പച്ചമുളക് എരിവിന് വേണ്ടിയിട്ട് അതും കൂടെ അങ്ങ് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളീൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കാം. ഉള്ളിയൊന്നും ഇനി ഓയിലിട്ടിട്ട് വാട്ടിയെടുക്കണം എന്നില്ല. സാധാരണ തന്നെ അങ്ങ് വാട്ടിയെടുത്താൽ മതി. പിന്നെ നമ്മളെന്തായാലും ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ അതിലുള്ള ഓയിൽ ഈ ഉള്ളിയിലേക്ക് അങ്ങ് പിടിച്ചോളുമല്ലോ. അപ്പം ഉള്ളിയൊക്കെ ഇപ്പോൾ അത്യാവശ്യം അങ്ങ് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. കളറൊക്കെ ജസ്റ്റ് മാറി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് 1 കപ്പോളം ക്യാബേജ് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. അത് നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കാം. ക്യാബേജും നന്നായിട്ട് സോഫ്റ്റാക്കി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു വെജിറ്റബിൾസിന്, അതായത് ഉള്ളിക്കും ക്യാബേജിനും മാത്രമായിട്ടുള്ള ഉപ്പ് അങ്ങ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി ഉരുളക്കിഴങ്ങിനും ക്യാരറ്റിനും ഒക്കെ ഉപ്പ് ചേർത്തതാണ്. അപ്പോൾ നോക്കിയിട്ട് വേണം ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ ക്യാബേജും ഉള്ളിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ അങ്ങ് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിപ്പം പൊരിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങും ക്യാരറ്റും അതുപോലെ കോളിഫ്ലവറും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഒന്നങ്ങ് വഴറ്റി മിക്സാക്കി എടുക്കാം. ഉരുളക്കിഴങ്ങിലൊക്കെ എന്തായാലും കുറച്ച് ഓയിൽ ഉണ്ടാവുമല്ലോ. ആ ഓയിൽ ഈ ഉള്ളിയിലും ക്യാബേജിലൊക്കെ അങ്ങ് പിടിച്ച് വന്നോളും. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാല പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു ഓപ്ഷണൽ പാർട്ടാണ്. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാം കൂടെ നന്നായിട്ട് അങ്ങ് മിക്സാക്കി എടുക്കാം. അപ്പം ഞാനിപ്പോൾ ഇത് അങ്ങനെ കുഴച്ച പോലെ ആക്കിയിട്ടുള്ളൊരു മസാലയാക്കുന്നില്ല. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. ഉരുളക്കിഴങ്ങൊക്കെ ഉടഞ്ഞു വന്നു കഴിഞ്ഞാൽ നല്ല കുഴഞ്ഞ പോലത്തെ ഒരു മസാലയായി കിട്ടും. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. ജസ്റ്റ് ഒന്ന് വറുന്ന പോലെ ആയിട്ടുള്ളൊരു മസാലയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിപ്പം അത്യാവശ്യം നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി എല്ലാം ഒന്ന് പിടിക്കാനായിട്ട് ഞാനിപ്പോൾ 1 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്നങ്ങ് അടച്ച് വെച്ചിട്ടുണ്ട്. അടച്ച് വെച്ചിട്ട് നമുക്ക് മൂടി തുറന്ന് നോക്കാം. നമ്മുടെ ആ ഒരു വെജിറ്റബിൾ മസാല റെഡി ആയിട്ടുണ്ട്. ഫൈനലി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിൽ അരിഞ്ഞിട്ട് അങ്ങ് വിതറി കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടെ അങ്ങ് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ ആ ഒരു വെജിറ്റബിൾ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സമോസ ഉണ്ടാക്കാം. അപ്പോൾ സമോസ ഏത് തരത്തിലായാലും എനിക്ക് ഉണ്ടാക്കാൻ കുറച്ച് പണിയാണ്. ഉമ്മ പിന്നെ അത് എക്സ്പീരിയൻസ്ഡ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അങ്ങ് ഉണ്ടാക്കും. അപ്പം ഞാനിപ്പം ഷീറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച മാവ് ഒന്നുകൂടെ നന്നായി കുഴച്ചിട്ട് സോഫ്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കണം. അപ്പം നമ്മുടെ ഒരു ചെറിയ ചപ്പാത്തീൻ്റെ വലിപ്പത്തിൽ, പൂരീൻ്റേതുമല്ല, അതിലും കുറച്ച് വലിപ്പത്തിൽ, എന്നാൽ വലിയ ചപ്പാത്തീൻ്റെ സൈസും ആവണ്ട, ആ ഒരു കണക്കിനുള്ള ബോൾസ് ആക്കി എടുക്കാം. അപ്പോൾ സാധാരണ നമ്മളൊരു സമോസ ഷീറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരുപാട് പൂരി അങ്ങനെ പരത്തി വെക്കും. ഒരു 10-15ഓളം പൂരി പരത്തിയിട്ട് ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ഇങ്ങനെ ഓയിൽ തടവി കൊടുത്തിട്ട് വെച്ചിട്ട് അത് പിന്നെ ഇങ്ങനെ അങ്ങ് പരത്തിയിട്ട് കല്ലിലിട്ടിട്ട് ഓരോന്നോരോന്നായിട്ട് അപ്പുറം ഇപ്പുറം തിരിച്ചിട്ട് കൊടുത്തിട്ട് അങ്ങനെയാണ് ഷീറ്റ് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ അത് കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് പറ്റുക. അത് ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അത് ശരിയാവണമെന്നൊന്നുമില്ല. അങ്ങനെ ഫസ്റ്റ് ടൈമായിട്ട് ഉണ്ടാക്കുന്ന ആൾക്കാർക്ക്, എന്നെ പോലെയുള്ള ആൾക്കാർക്കൊക്കെ ശരിയാവണം എന്നുണ്ടെങ്കിൽ ഓരോന്നോരോന്നായിട്ട് പരത്തണം. അത് കുറച്ച് സമയമെടുക്കും ഓരോ ഷീറ്റായിട്ട് ഇങ്ങനെ പരത്തിയെടുക്കാൻ. എന്നാലും അങ്ങനെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല ഷീറ്റ് കിട്ടുമെങ്കിൽ അതല്ലേ നല്ലത്. അപ്പം ഞാനിപ്പം ഓരോ ബോളായിട്ടാണ് പരത്തുന്നത്. എന്നിട്ട് പിന്നെ ഓരോന്നോരോന്നായിട്ട് തന്നെയാണ് ഞാനിപ്പം കല്ലിലിട്ട് ചുട്ടെടുക്കുന്നത്. അതായിരിക്കും കുറച്ചും കൂടിയും ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്ന ആൾക്കാർക്കൊക്കെ ഈസി ആയിട്ട് തോന്നാൻ. കാരണം കുറച്ച് ടൈം എടുത്താലും സാരമില്ല, നല്ലൊരു ഷീറ്റ് കിട്ടുമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാമല്ലോ. അപ്പം ഞാനിപ്പം ഇത് അത്യാവശ്യം വലുതായിട്ട് തന്നെ നേർമയായിട്ട് തന്നെ പരത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോന്നായിട്ടാണ് നമ്മൾ ഷീറ്റ് ഉണ്ടാക്കുന്നതെങ്കിൽ കുറച്ച് വലിയ സൈസിലുള്ള ബോളാക്കിയിട്ട് നേർമയായിട്ട് അങ്ങ് പരത്തിയെടുത്താൽ മതി. അപ്പം വലിയ സൈസിൽ തന്നെ നമുക്ക് കിട്ടും. മറ്റേത് ചെറിയ ചെറിയ ബോൾസ് മതിയാവും. ഒരുമിച്ചിട്ട് നമ്മൾ ഷീറ്റാക്കി എടുക്കുമ്പം പൂരീൻ്റെ വലിപ്പത്തിലുള്ള ആ ഒരു ബോളൊക്കെ മതിയാവും. അത് ചെറിയ സൈസിൽ പരത്തി പിന്നെ അത് ഒരുമിച്ച് വെച്ചിട്ട് വലുതാക്കിയിട്ട് പരത്തിയെടുക്കുകയാണല്ലോ ചെയ്യുക. അങ്ങനെ ഞാനിപ്പം ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് കല്ലിലിട്ടിട്ട് അങ്ങ് ചുട്ടെടുക്കാം. അപ്പം ചുട്ടെടുക്കുക എന്ന് പറഞ്ഞാൽ ചപ്പാത്തി പോലെ അങ്ങനെ അങ്ങ് കുറേ സമയം വെച്ചിട്ട് ചുടണ്ട. ഒരു ഭാഗം ഒന്ന് നന്നായിട്ട് ആറി വന്നു കഴിഞ്ഞാൽ അടുത്ത ഭാഗം തിരിച്ചിട്ട് കൊടുത്തിട്ട് അങ്ങനെ 2 സൈഡും ഒന്ന് ജസ്റ്റ് വാടി വന്ന് കിട്ടിയാൽ മതി. അങ്ങനെ ഇപ്പോൾ ഒരു ഭാഗം ഇത് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി അടുത്ത ഭാഗം കൂടെ തിരിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് വാട്ടിയെടുക്കാം. അങ്ങനെ കളറൊന്ന് മാറുന്നത് വരെ കല്ലിൽ വെക്കണ്ട, ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി കേട്ടോ. അങ്ങനെ ഇപ്പം ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ അങ്ങനെ അങ്ങ് വാട്ടിയെടുക്കാം. അപ്പം ഞാനിപ്പോൾ ഒരു 3-4 എണ്ണം വാട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഓരോന്നോരോന്നായിട്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ വാട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. വലിയ സമയത്തിൻ്റെ പണിയൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും, വിചാരിച്ചാൽ മതി.
ഇനിയിപ്പോൾ ഞാനൊരു മൈദ പേസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. കുറച്ച് മൈദ കുറച്ച് വെള്ളം ഇട്ടിട്ട് നന്നായിട്ടൊന്നങ്ങ് പേസ്റ്റ് ആക്കിയെടുക്കാം. സമൂസൻ്റെ സൈഡൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പേസ്റ്റാണ്. അങ്ങനെ പേസ്റ്റ് ആക്കി വെക്കാം. അപ്പോൾ സമൂസ ഞാനിപ്പം 2 ടൈപ്പിലാണ് ഉണ്ടാക്കുന്നത്. ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ളത്, പിന്നെ ഒന്ന് നമ്മൾ നോർമലായിട്ട് ഉണ്ടാക്കുന്ന ആ ഒരു കോൺ സൈസിലുള്ള ആ ഒരു സമൂസയാണ്. അപ്പം ഇതിപ്പം ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് ആ ഒരു ട്രയാങ്കിൾ സമൂസക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതിലാവുമ്പം സൈഡൊന്നും എടുക്കാൻ പറ്റില്ല. ആ നടുഭാഗത്ത് കുറച്ച് നീളത്തിൽ റെക്റ്റാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കേണ്ടി വരും. അപ്പം അങ്ങനെ ഉണ്ടാക്കുന്നതിന് കുറച്ച് വലിയ സൈസിൽ തന്നെ പരത്തിയെടുക്കാനും നോക്കണം. പിന്നെ ഉണ്ടാക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നതാണ് ഇത്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ആ ഒരു സമൂസ ഇതേപോലെ ഒരു ഷീറ്റ് എടുത്തിട്ട് മടക്കിയിട്ട് 4 ആയിട്ട് അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കാം. ആ ഒരു 4നെയും നമുക്ക് സമൂസയാക്കാം. അപ്പോൾ കുറച്ചും കൂടിയും ക്വാണ്ടിറ്റി കിട്ടാനും പിന്നെ കുറച്ചും കൂടി ഈസിയും ഈ ഒരു മെത്തേഡായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് പ്രത്യേകിച്ച് 2 ഷേപ്പും ശരിയാവാറില്ല. ഉമ്മയാണ് ഇതൊക്കെ ഉണ്ടാക്കുക. അങ്ങനെ ഈ ഒരു ഷീറ്റ് ഞാനിപ്പം 4ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ആ ഒരു സൈഡൊക്കെ ഒരേപോലെ ആവാൻ വേണ്ടിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്, ഒന്ന് റൗണ്ടായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് തന്നെ നമ്മൾ പരത്തി എടുക്കുമ്പോൾ തന്നെ ഏതെങ്കിലും ഒരു റൗണ്ട് വലിയൊരു റൗണ്ട് മൂടി എടുത്തിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ചുട്ടെടുത്ത് കഴിഞ്ഞാൽ നല്ല റൗണ്ടായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതിപ്പം ട്രയാങ്കിൾ ഷേപ്പിലുള്ളത് ഉമ്മ എനിക്ക് ഉണ്ടാക്കി പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതാണ്, എങ്ങനെയാണ് ഈ ഒരു ഷേപ്പിൽ ആക്കിയെടുക്കേണ്ടതെന്നുള്ളത്. അത് നിങ്ങളൊന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഒരു കോണിന്ന് എടുത്തിട്ട് ഈ ഒരു സൈഡിൽ വെക്കുക, എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ ചുരുട്ടി കൊടുക്കുക, അതിൻ്റെ ഉള്ളിൽ മസാല വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ വാല് പോലെ വരുന്ന ഭാഗം ഉണ്ടല്ലോ, അതിനെ കൊണ്ട് മുകൾ ഭാഗം ഒന്നങ്ങ് കവർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കവർ ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ആ ഒരു മൈദ പേസ്റ്റ് ഉണ്ടല്ലോ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് നന്നായിട്ട് പുരട്ടി കൊടുത്തിട്ട് വേണം മടക്കി കൊടുക്കാൻ. അപ്പോൾ ഇതിപ്പോൾ എനിക്കിങ്ങനെ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു തന്നിട്ടാണ് ചെയ്യുന്നത്. ഇനി ഞാനൊന്ന് ഉണ്ടാക്കി നോക്കുന്നതാണ് ഏറ്റവും രസം. അപ്പം ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കാം. ഇതല്ലാണ്ട് സാധാരണ നമ്മൾ കോണായിട്ട് ഉണ്ടാക്കുന്ന ആ ഒരു സമൂസയും ഉണ്ടാക്കി വെക്കാം. അപ്പം ട്രയാങ്കിൾ ആയിട്ടുള്ളതൊന്നും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയിപ്പം കോണായിട്ടുള്ളത് നമ്മുടെ ആ ഒരു സ്ഥിരം മെത്തേഡ് 4ആയിട്ട് കട്ട് ചെയ്ത് വെച്ച ആ ഒരു ഷീറ്റിൽ നിന്ന് ഒരു ഷീറ്റ് എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ആ ഒരു സെൻറ്ററിൽ വെച്ചിട്ട് മൈദ പേസ്റ്റ് നന്നായിട്ട് അങ്ങ് പുരട്ടി കൊടുക്കണം. അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഭാഗം കവർ ചെയ്തിട്ട് ആ ഒരു സൈഡും മൈദ പേസ്റ്റ് നന്നായിട്ട് അങ്ങ് പുരട്ടി കൊടുത്തിട്ട് അടുത്ത ഭാഗം അങ്ങ് ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു കോണായി കിട്ടുമല്ലോ. ഇപ്പം ഈ ഒരു ഷേപ്പിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, മസാല ഫിൽ ചെയ്ത് കൊടുക്കാം. മസാല ഒരു എന്താ പറയുക, നമുക്ക് ആ ഒരു ഉള്ളിലേക്ക് എത്തുന്ന കണക്കിന് മസാല വെച്ച് കൊടുത്തിട്ട് ഇനി അങ്ങ് മടക്കണം. അപ്പം മടക്കിയിട്ട് ആ വരുന്ന ജോയിൻറ്റിലും കുറച്ച് മൈദ പേസ്റ്റ് പുരട്ടി കൊടുത്തിട്ട് ഇതങ്ങ് മടക്കി കൊടുക്കാം. അപ്പം ഈ ഒരു സമൂസ ഉണ്ടാക്കാൻ ഇത്രേ പണിയുള്ളൂ, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കഴിയുന്നില്ലേ. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ രണ്ടും തിന്നാൻ നല്ല ടേസ്റ്റി ആയിരിക്കും, ക്രിസ്പി ആയിരിക്കും, നല്ല മസാലയാണ്, നല്ല ഷീറ്റാണ്. ഷേപ്പിൻ്റെ ഒരു മാറ്റം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിപ്പം ഞാൻ ഉണ്ടാക്കി നോക്കുന്നതാണ്. എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ തന്നെ കണ്ടിട്ടൊന്ന് അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ ഇതിപ്പം ട്രയാങ്കിളായോ റെക്റ്റാങ്കിളായോ ഒന്നും മനസ്സിലാകുന്നില്ല, എവിടെയോ എന്തൊക്കെയോ തകരാറ് പോലെ എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ഇപ്പോൾ കുറേ സമൂസ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിലിട്ടിട്ട് അങ്ങ് പൊരിച്ചെടുക്കാം, ചൂടോടുകൂടി തിന്നാം, അത്രേ പണിയുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഇപ്പം ഉമ്മ ട്രയൽ റൗണ്ട് പൊരിച്ചെടുക്കുന്നതാണ്. കാരണം തൽക്കാലം നമ്മൾ ഉണ്ടാക്കിയതൊന്ന് പൊരിച്ചിട്ട് തിന്നാന്നുള്ളതേ ഉള്ളൂ. ബാക്കിയുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ളത് ഉമ്മ തന്നെ ഉണ്ടാക്കണം, എന്നാലേ അതിൻ്റെ ആ ഒരു രസവും ടേസ്റ്റും ഭംഗിയും ഒക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഇതിപ്പം അങ്ങനെ 2-3 ബാച്ചാക്കിയിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട്. കുറേ ട്രയാങ്കിൾ വന്നിട്ടുണ്ട്, കുറേ റെക്റ്റാങ്കിൾ വന്നിട്ടുണ്ട്, ഒന്നും മനസ്സിലായിട്ടില്ല. എന്തായാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള സമൂസയാണ്. അപ്പം ഇതിപ്പം ഉമ്മ ഒഫീഷ്യലായിട്ട് ഉണ്ടാക്കുന്നതാണ്, നല്ല അടിപൊളിയായിട്ട് തന്നെ ഉമ്മ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു 2 രീതിയിലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്. ഈ ഒരു
ഈ ഒരു മെത്തേഡിലും നമുക്ക് റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള സമൂസ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അത് ഒന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. അങ്ങനെ ഇപ്പം സമൂസ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് എല്ലാം ഒരുമിച്ച് ഇപ്പം പൊരിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് നമുക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ ഒരു ബോക്സിലൊക്കെ വെച്ചിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം. ഒരു 1-2 ദിവസമൊക്കെ അങ്ങനെ വെക്കാം. അപ്പം നമ്മളിപ്പം കുറച്ച് അങ്ങനെ പൊരിക്കാനായിട്ട് എടുക്കുന്നുണ്ട്. ബാക്കി കുറച്ച് ഇതേപോലെ ഫ്രിഡ്ജിലൊരു കണ്ടെയ്നറിൽ എയർ ടൈറ്റ് ആയിട്ട് അടച്ചു വെക്കുന്ന രീതിയിൽ തന്നെ വെക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ആറിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. ഇല്ലെങ്കിൽ എന്താ പറയുക, ഒട്ടിപ്പിടിച്ചതൊക്കെ അടന്നു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ടൈറ്റായിട്ട് അടച്ചു വെക്കണം. അപ്പോൾ ഇപ്പോൾ നാളെയൊക്കെ ഒരു പാർട്ടി വരുന്നു എന്നുണ്ടെങ്കിൽ തലേന്ന് തന്നെ നമുക്കിങ്ങനെ സമൂസയൊക്കെ ഉണ്ടാക്കി വെക്കാം. അതാവുമ്പം അന്നത്തെ ദിവസം മെനക്കെടണ്ടല്ലോ. ഇത് തലേന്ന് തന്നെ നമുക്ക് സമാധാനത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റുമല്ലോ. അപ്പോൾ ഇതിപ്പം പ്രത്യേകിച്ച് ഒരു പാർട്ടിക്കൊന്നും ഉണ്ടാക്കിയതല്ല, ജസ്റ്റ് ഒന്ന് പഠിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കി തുടങ്ങിയപ്പം കുറച്ച് അധികമായിപ്പോയി. അങ്ങനെ പിന്നെ അത് കുറച്ചെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചതാണ്. അപ്പോൾ ഇനിയിപ്പം എണ്ണയിലിട്ടിട്ട് അങ്ങ് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇതിങ്ങനെ ഓയിലിലേക്ക് ഇട്ടിട്ട് പൊരിച്ചെടുക്കുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ കുഴച്ചെടുക്കുമ്പം ചൂടായ ഓയിലൊക്കെ ഇട്ടിട്ടാണ് ഇത് കുഴച്ചെടുത്തത്. എന്നാലും പൊരിച്ചെടുക്കുമ്പം ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാലേ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇതങ്ങ് പൊരിച്ചെടുക്കരുത്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഒരു സമൂസകൾ ഓയിലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഫ്ലെയിം നന്നായിട്ട് അങ്ങ് ലോ ആക്കി വെക്കാം. എന്നിട്ട് ഏറ്റവും ലോ ആക്കി വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ കുറച്ച് അധിക സമയം ഇങ്ങനെ എണ്ണയിൽ കിടന്നിട്ട് ഒന്ന് നന്നായിട്ട് അങ്ങ് മൊരിഞ്ഞ പോലെ ആയിട്ട് പൊരിഞ്ഞു വരും. അത് എണ്ണയൊന്നും കുടിക്കുകയൊന്നുമില്ല. നമ്മൾ ഓയിലിട്ട് കുഴച്ചത് കാരണം എണ്ണയൊന്നും എന്തായാലും കുടിക്കൂല. അപ്പോൾ അതുകൊണ്ട് ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ പിന്നെ അങ്ങോട്ട് ഇത് പൊരിച്ചെടുക്കണം. എന്നിട്ടിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റുമ്പം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കോരാനും ശ്രദ്ധിക്കുക. അപ്പം എന്തായാലും ഓയിലൊന്നും കുടിക്കൂല. അങ്ങനെയാണ് ഇതിപ്പോൾ പൊരിച്ചെടുക്കേണ്ടത്. എന്നാലാണ് ആ ഒരു ക്രിസ്പി കുറേ സമയത്തേക്ക് നിൽക്കാൻ. അങ്ങനെ ഞാനിപ്പോൾ ഇത് പൊരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ചൂടോട് കൂടിയിട്ട് നമുക്ക് കട്ടൻ ചായൻ്റെ കൂടെയോ അല്ലെങ്കിൽ പാൽ ചായൻ്റെ കൂടെയോ ഒക്കെ അങ്ങ് തിന്നാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള സമൂസ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കും ഒന്ന് ഉണ്ടാക്കാൻ തോന്നുന്നില്ലേ? അപ്പം അതാണ് എനിക്കും വേണ്ടത്. ഉണ്ടാക്കാൻ അറിയാത്തവരെന്നുള്ള വിചാരിച്ചിട്ട് ആരും പിന്നോട്ട് പോകണ്ട. ഉണ്ടാക്കി നോക്കുക. നാളെ തന്നെ എന്നിട്ട് എന്നോട് അഭിപ്രായം പറയുകയും ചെയ്യണം. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനോ ഒന്നും നിങ്ങൾ മറക്കരുത്. പുതിയ പുതിയ റെസിപ്പീസും ടിപ്സുമായിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ കീപ്പ് വാച്ചിങ് മൈമൂൺസ് കിച്ചൺ. ടേക്ക് കെയർ ആൻഡ് ബൈ. താങ്ക് യു.